അസമിൽ നിന്ന് റോഡ് മാർഗം കാറിൽ കടത്തിക്കൊണ്ടുവന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബ്രൗൺ ഷുഗറാണ് കഴിഞ്ഞ ദിവസം വളാഞ്ചേരി കൊട്ടാരത്ത് വെച്ച് ഡാൻസാഫും പോലീസും ചേർന്ന് പിടികൂടിയത്. ഒറ്റനോട്ടത്തിൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രമേൽ വിദഗ്ധമായാണ് പ്രതികൾ മയക്കുമരുന്ന് കാറിൽ ഒളിപ്പിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കാറിന്റെ മുൻപിലെ ബോണറ്റിന് തൊട്ടുതാഴെയായി ചേസിസിന്റെ സ്ക്വയർ പൈപ്പ് മുറിച്ചുമാറ്റി രഹസ്യ അറയുണ്ടാക്കി ഇതിനുള്ളിൽ സോപ്പ് പെട്ടികളിലാക്കി പാക്ക് ചെയ്ത നിലയിലായിരുന്നു ബ്രൗൺ ഷുഗർ. കാറിന്റെ ഒരു വശത്ത് 15 പാക്കറ്റുകളും മറുവശത്ത് 15 പാക്കറ്റുകളുമാണ് സൂക്ഷിച്ചിരുന്നത്. സാധാരണ പരിശോധനയായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നെന്ന് പോലീസ് പറയുന്നു. അതുപോലെ തന്നെ അടുത്ത പ്രദേശം വളാഞ്ചേരി പ്രദേശങ്ങളിലെ പന്തൽപ്പണി ചെയ്യുന്ന ആൾക്കാരാണ്. ഒരാൾ 10 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന വന്നു പോകാറുണ്ട് പണി ചെയ്യുന്നത്. മറ്റൊരാളൊരു 4 വർഷമായിട്ട് ഈ നാട്ടിൽ പണിയെടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. ഒരാൾ ആദ്യമായിട്ട് തന്നെ കേരളത്തിലേക്ക് അവരുടെ കൂട്ടത്തിൽ വന്നതാണ്. ആസാം സ്വദേശികളാണ്. അവരവിടെ നിന്ന് മയക്കുമരുന്നുമായി വരുന്നുള്ളത് ഇൻഫർമേഷൻ നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവരെ വാച്ച് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അവരുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ച് ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ ഏതാണ്ട് പുലർച്ചെ ഒരു 2 മണി അല്ല 5 മണിയോട് കൂടിയിട്ട് നമുക്ക് ഇവരെ വാഹനം ഇവിടെ വളാഞ്ചേരി ലിമിറ്റിലുള്ള കൊട്ടാരം എന്ന സ്ഥലത്ത് വെച്ച് കാണുകയും നമ്മളത് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയും ചെയ്തത്. അപ്പോൾ അതിലവർ ഈ മയക്കുമരുന്ന് കടത്താൻ വേണ്ടി ഉപയോഗിച്ചത് അവരുടെ വാഹനത്തിൻ്റെ മുൻപിൽ ബോണറ്റിൻ്റെ സമീപത്ത് തൊട്ട് താഴെയായിട്ട് ചേസിസിൻ്റെ ഒരു പൈപ്പ് സ്ക്വയർ പൈപ്പ് പോലത്തെ 2 സൈഡിലും ഇതുണ്ട്. അത് കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ നമ്മുടെ സോപ്പ് പെട്ടിക്കകത്തായിട്ട് പാക്ക് ചെയ്ത ഒരു 15 പാക്ക് വൺ സൈഡിൽ 15 പാക്ക് പാക്കറ്റ് അതർ സൈഡിൽ വെച്ചിട്ടാണ് ഇവരത് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കണ്ടെത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. സെറ്റിന്റെ മുകളിൽ 2 സ്ക്വയർ പൈപ്പ് അത് ഒരെണ്ണത്തിൽ കറക്റ്റ് 15 സോപ്പ് പെട്ടി കൊള്ളും, അടുത്തെണ്ണത്തിലും 15 സോപ്പ് പെട്ടി കൊള്ളും. വളാഞ്ചേരി എസ്ഐയും സംഘവും ഊണും ഉറക്കവും ഒഴിച്ച് നടത്തിയ കണ്ണിമ ചിമ്മാത്ത പരിശോധനയാണ് പ്രതികളെ വലയിലാക്കിയത്. പിടിയിലായ 3 അസം സ്വദേശികളിൽ ഒരാൾ 10 വർഷമായി പന്തൽ ജോലിക്കാരനായി മലപ്പുറത്തുണ്ട്. മറ്റൊരാൾ 4 വർഷമായി മലപ്പുറത്തെത്തിയിട്ട് മൂന്നാമൻ ലഹരികടത്തിനായി ഒപ്പം വന്നതാണ്. ഒന്നാം പ്രതിയുടെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അരുണാചൽ രജിസ്ട്രേഷനിലുള്ള കാർ എന്നും പോലീസ് പറഞ്ഞു. ഇതില് സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായത് അന്യസംസ്ഥാനക്കാരനാണ് ഇവരിൽ നിന്ന് വാങ്ങിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ കൺസംഷൻ ലെവലിലേക്ക് പോകുമ്പോൾ മിക്കവാറും 1% ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടെങ്കിൽ ബാക്കി 99% മലയാളീസിന് വേണ്ടിയിട്ട് നമ്മളെ കേരളത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് തന്നെ കൊണ്ടുവന്നുള്ളതാണ് നമ്മളെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഇന്ന് കാലത്ത് 5:45 പിടിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ 5:45 മുമ്പ് ഹാജരാക്കണം. അപ്പോൾ ഇതിൻ്റെ നടപടിക്രമം നമ്മുടെ വളാഞ്ചേരി SI നിർമ്മലൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അറിയാം. അതായത് ഈ ഇൻഫർമേഷൻ ഏതാണ്ട് ഒരു 2 മണി 3 മണിയോടുകൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ ഡാൻസ് ഓഫിലെ ടീം ശ്രീ രാജേഷ് അപ്പം മുതൽ ഓപ്പറേറ്റ് ചെയ്തതാണ്. ആ സമയം മുതൽ അവർ നിന്ന സ്ഥലത്ത് നിന്ന് ചായ കുടിച്ചെന്നല്ലാതെ അവിടെ നിന്ന് മാറാൻ പറ്റില്ല. കാരണം അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തേക്ക് കിടക്കുന്നേ ഉള്ളൂ. 332.9 ഗ്രാം ബ്രൗൺ ഷുഗറാണ് ഡാൻസ് ഓഫ് സംഘവും വളാഞ്ചേരി പോലീസും ചേർന്ന് പിടികൂടിയത്. വിപണിയിൽ ഇതിന് 7.5 ലക്ഷം രൂപയോളം വിലമതിക്കും. ഇരട്ടി ലാഭത്തിന് വിൽപ്പന നടത്താനാണ് ലക്ഷ്യമിട്ടിരുന്നത്. മലപ്പുറം ജില്ലയിൽ അടുത്തിടെ നടന്ന ഏറ്റവും വലിയ ബ്രൗൺ ഷുഗർ വേട്ടയാണിത്. കേരളത്തിലെ പ്രാദേശിക ലഹരി വിൽപ്പനക്കാർക്ക് കൈമാറുന്നതിനാണ് ലഹരി എത്തിച്ചത്. കേരളത്തിൽ ഇവരുടെ കണ്ണികളായ മറ്റു ലഹരി ഇടപാടുകാർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി.